കാസർഗോഡ് നീലേശ്വരത്തെ 3 ഇടങ്ങളിൽ മോഷണം എന്ന വാർത്ത കൂടി വരുന്നു. നാരായണകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഭണ്ഡാരങ്ങൾ ഉൾപ്പെടെ 30,000 രൂപ, ഭണ്ഡാരത്തിൽ നിന്ന് ഉൾപ്പെടെ 30,000 രൂപ മോഷ്ടിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ മറ്റൊരു ക്ഷേത്രത്തിലും വീട്ടിലുമാണ് മോഷണ ശ്രമം ഉണ്ടായത്. ദൃശ്യങ്ങൾ കാണാം. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, ഒരേ സംഘമാണോ ഈ മോഷണം നടത്തിയതെന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഈ 3 സ്ഥലങ്ങളും അടുത്തടുത്താണോ? വിനീത, ഒരേ സംഘം തന്നെയാണ് ഈ മോഷണത്തിന് പിന്നിൽ. പോലീസ് അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തടുത്ത 3 സ്ഥലങ്ങളിലായാണ് ഈ മോഷണം നടക്കുന്നത്. അതിലൊന്ന്, ആദ്യത്തെ മോഷണം നടക്കുന്നത് വിനീത ഇന്ന് പുലർച്ചെയാണ്. നീലേശ്വരത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഈ 2 അംഗ സംഘം വരികയാണ്. വളരെ പ്രൊഫഷണലായ ഒരു കവർച്ചാ സംഘമാണിതെന്നാണ് പോലീസ് നിലവിൽ അറിയിക്കുന്ന കാര്യം. അവർ ഈ ക്ഷേത്രത്തിനകത്തേക്ക് എത്തുന്നു. അവിടെയുള്ള ഭണ്ഡാരം 3 ഭണ്ഡാരങ്ങൾ കവരുന്നു. അതിനകത്തുണ്ടായിരുന്ന ഏകദേശം 30,000-ഓളം രൂപയുമായി അവർ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. അതിനുശേഷം അവർ പോകുന്നത് തൊട്ടടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ്. അവിടെയും ഇവർ കവർച്ചയ്ക്കായി ശ്രമം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവർ അവിടെ നിന്നൊന്നും മോഷ്ടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം മറ്റൊരു വീട്ടിലേക്കും ഇവർ പോകുന്നുണ്ട്. വീട്ടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറാനായിരുന്നു ഈ മോഷ്ടാക്കളുടെ ശ്രമം. പക്ഷെ അത് വിജയിച്ചില്ല. അങ്ങനെ ഈ മോഷ്ടാക്കൾ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. നിലവിൽ ഇവരെ കണ്ടെത്തുന്നതിനാവശ്യമായ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. മോഷ്ടാക്കൾ ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.